തുടരുന്നു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച വിഷയത്തിൽ കേരളവും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള ചർച്ച ഇന്ന് ഡൽഹിയിൽ. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് ചർച്ച. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നേതൃത്വത്തിൽ 4-അംഗ സംഘമാണ് ചർച്ചയിൽ പങ്കെടുക്കുക. ചർച്ചയെ പ്രതീക്ഷയോടെയാണ് കാണുന്നത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, എപ്പോഴാണ് ചർച്ച? എന്തൊക്കെയാണ് കേരളത്തിന്റെ പ്രതീക്ഷ? വേണു, ഇന്ന് വൈകിട്ട് സംസ്ഥാന ധനമന്ത്രിയും ഒപ്പം ധനമന്ത്രിയോടൊപ്പമുള്ള സംഘവും കേന്ദ്ര ധനകാര്യ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ചകൾ നടക്കുക. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ചർച്ചയിൽ പങ്കെടുത്തേക്കില്ല എന്ന വിവരമുണ്ട്. കാരണം ചില ഔദ്യോഗിക തിരക്കുകൾ കേന്ദ്രമന്ത്രിക്ക് ഉള്ളതിനാലാണ് ഈ ഒരു ചർച്ചയിൽ പങ്കെടുക്കാത്തത്. 4 മണിക്കായിരിക്കും ചർച്ച നടക്കുക. ധനമന്ത്രി കെ എൻ ബാലഗോപാലിന് പുറമെ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം, ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ, അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്നിവരും ഈ കേന്ദ്രവുമായുള്ള ചർച്ചയിൽ ഭാഗമാകും. എന്തായാലും പ്രതീക്ഷയോടെയാണ് കേരളം ഈ ഒരു ചർച്ചയെ കാണുന്നത്. ഈ കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്ത വായ്പകളെ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതിൽ കേന്ദ്രം ഒരുപക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നൊരു പ്രതീക്ഷ കേരളം കാണുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം അത് കേരളത്തിന് പ്രതീക്ഷയുടെ വക നൽകുമെന്നുള്ളത് ചർച്ചയ്ക്ക് ശേഷം മാത്രമേ വിശദമാവുള്ളൂ. എന്തായാലും ധനനയത്തിൽ ഇടപെടാൻ സുപ്രീം കോടതി പരിമിതികൾ ഉണ്ടെന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിലാണ് കോടതി തന്നെ ഈ ചർച്ചയുടെ ഒരു മാർഗം 2 കൂട്ടർക്കും ഇടയിലേക്ക് തുറന്നു കൊടുക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് ചർച്ച നടക്കുന്നത്. ഈ ചർച്ചയിൽ ഉടലെടുക്കുന്ന തീരുമാനങ്ങൾ അത് ഈ വരുന്ന തിങ്കളാഴ്ച ഈ കേരളത്തിന്റെ സ്യൂട്ട് ഹർജി പരിഗണിക്കുന്നത് വരുന്ന തിങ്കളാഴ്ചയാണ്. അന്ന് ഇത് കോടതിയിൽ അറിയിക്കുകയും തുടർന്ന് ആ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഹർജിയിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുക. വേണു, ശരി. ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ചർച്ചയെ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. വളരെ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവിടെ ഈ പരിപാടിക്ക് വന്നിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ എല്ലാം തമ്മിലുള്ള ബന്ധത്തിൽ കോടതി ഇടപെട്ട് കോപ്പറേറ്റീവ് ഫെഡറലിസത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ഈ ചർച്ച എന്ന് പറഞ്ഞ് ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അജണ്ട എല്ലാം അങ്ങനെ ഓരോന്നും തീരുമാനിച്ചിട്ടല്ല. ഇവിടെ വന്ന വിഷയങ്ങളും കോടതി വന്ന വിഷയങ്ങളും തമ്മിൽ അമിക്കബിളായിട്ട് 2 കൂട്ടർക്കും എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുമിച്ച് ചേർന്ന് പോകേണ്ടതാണല്ലോ. യൂണിയൻ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ആ സ്പിരിറ്റാണ് ഞങ്ങളും കാണുന്നത്. ഏതെങ്കിലും ഒരു ഇളവല്ല.